everyone, welcome back to World of Learning. ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് WH ക്വസ്റ്റ്യൻ വേർഡ്സ് ഇൻ ഇംഗ്ലീഷിലെ WH ക്വസ്റ്റ്യൻ വേർഡ്സ്. അത് മലയാളത്തിലേക്ക് വരുമ്പോൾ ഏത് രീതിയിലാണ് മീനിങ് വരുന്നത്, മലയാളത്തിലെ മീനിങ് അനുസരിച്ച് എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതിന് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. WH ക്വസ്റ്റ്യൻ വേർഡ്സിൽ നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ട് ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് വാട്ട്. വാട്ടിൻ്റെ മലയാളം മീനിങ് എന്ന് പറയുന്നത് എന്ത്. സോ വാട്ട് ഈസ് യുവർ നെയിം നമ്മൾ ഡെയിലി സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആണ്. അതിൻ്റെ മലയാളം മീനിങ് എന്താണ്? നിൻ്റെ പേരെന്താണ്. ഓക്കെ, വാട്ട് ആർ യു ഡൂയിങ്, നീ എന്താണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേർഡ് വേർ. WHERE വേർ മീൻസ് എവിടെ. വെർ ആർ യു ഗോയിങ്, നീ എവിടെയാണ് പോകുന്നത്. ഓക്കെ, വിച്ച്. WHICH വിച്ച് മീൻസ് ഏത്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് കളർ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണ്. ദെൻ വെൻ. വെൻ മീൻസ് എപ്പോൾ. വെൻ ഈസ് യുവർ ബർത്ത്ഡേ, എപ്പോഴാണ് നിൻ്റെ ബർത്ത്ഡേ. വെൻ വിൽ യു കം ബാക്ക്, നീ എപ്പോഴാണ് തിരിച്ചു വരുന്നത്. ഓക്കെ, ദെൻ വൈ മീൻസ് എന്തുകൊണ്ട്. വൈ ആർ യു ലേറ്റ്, നീ എന്തുകൊണ്ടാണ് ലേറ്റ് ആയത്. വൈ ആർ യു സ്റ്റാൻഡിങ് ഹിയർ, നീ എന്താണ് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഹൂ, ആര്. ഹു ആർ യു, നീ ആരാണ്. ഹു ഈസ് ദിസ്, ഇതാരാണ്. ദെൻ നെക്സ്റ്റ് വേർഡ് ഹൂസ്, ആരുടെ. ഈ ഒരു ക്വസ്റ്റ്യൻ വേർഡ് പല കുട്ടികൾക്കും ഇപ്പോൾ ക്ലാസ് റൂമിൽ ഇതാരുടെ പേനയാണ്, ഇതാരുടെ ബുക്കാണ് എന്ന് ചോദിക്കാനുള്ള വേർഡ് എന്താണെന്നുള്ളത് അറിയില്ല. അതിന് നമുക്ക് ഉപയോഗിക്കുന്ന വേർഡാണ് ഹൂസ്, ആരുടെ. ഹൂസ് പെൻ ഈസ് ദിസ്, ഇത് ആരുടെ പേനയാണ്. ഹൂസ് ബുക്ക് ഈസ് ദിസ്, ഇത് ആരുടെ ബുക്കാണ്. ദെൻ നെക്സ്റ്റ് വൺ ഹൂം. ഹൂം മീൻസ് ആരെ. ഹൂം ഡു യു വാണ്ട് ടു മീറ്റ്, നിനക്ക് ആരെയാണ് കാണേണ്ടത്. ഹൂം ഡു യു വെയിറ്റിംഗ് ഫോർ, നീ ആരെയാണ് കാത്ത് നിൽക്കുന്നത്. എങ്ങനെ. ഹൗ ഡു യു കം ഹിയർ, നീ ഇവിടെ എങ്ങനെയാണ് വന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഹൗ മനി. ഹൗ മനി എത്ര എണ്ണം. ഹൗ മനി പറയുമ്പം അതിൻ്റെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഹൗ മനി നമ്മൾ സാധാരണ യൂസ് ചെയ്യുക കൗണ്ടബിൾ നൗൺസിൻ്റെ ഒപ്പം. അതായത് നമുക്ക് ഏകദേശം ഒരു നമ്പർ പറയാൻ സാധിക്കണം, അതിൻ്റെ ആൻസറായിട്ട് വരുന്ന ഏകദേശം ഒരു നമ്പർ പറയാനായിട്ട് സാധിക്കണം. ഹൗ മെനി പെൻസ് ഡു യു ഹാവ്, നിനക്ക് എത്ര പേനകളുണ്ട്. അതിന് ഓഫ് കോഴ്സ് നമുക്കൊരു പർട്ടിക്കുലർ നമ്പർ ആൻസറായിട്ട് പറയാനായിട്ട് പറ്റും. സോ ഹൗ മച്ചിൻ്റെ യൂസേജ്, ഹൗ മച്ചിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എത്രത്തോളം എന്നുള്ളതാണ്. അതായത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആയിരിക്കും അതിൻ്റെ ഒരു ആൻസർ. ഒരു എന്താ പറയുക, കറക്റ്റ് നമ്പറായിട്ട് നമുക്ക് പറയില്ല. ഒന്നെങ്കിൽ എമൗണ്ട് ആയിരിക്കണം, അല്ലെങ്കിൽ അതെന്തായിരിക്കണം, ഒരു അളവായിരിക്കണം. സോ നമുക്ക് നോക്കാം. ഹൗ മച്ച് മിൽക്ക് ഈസ് ഇൻ ദ ബോട്ടിൽ, ഈ കുപ്പിയിൽ എത്രത്തോളം പാലുണ്ട്. അതൊരിക്കലും നമുക്കൊരു നമ്പറായിട്ട് പറയാൻ പറ്റില്ല, അതൊരു എമൗണ്ട് ആയിട്ട് പറയാം. അതിന് ആ രീതിയിലാണ് നമ്മൾ ഹൗ മച്ച് യൂസ് ചെയ്യുക. ഹൗ ലോങ് എന്ന് പറയുമ്പം ഏകദേശം എത്ര സമയം എന്നുള്ളതാണ് അതിൻ്റെ മലയാളം മീനിങ് ആയിട്ട് വരുന്നത്. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു റീച്ച് ദർ, അവിടെ എത്താൻ എത്ര സമയം എടുക്കും. ദെൻ ഹൗ ഓഫൺ, എപ്പോഴൊക്കെ. ഹൗ ഓഫൺ ഡു യു വാച്ച് ടെലിവിഷൻ, എപ്പോഴൊക്കെയാണ് നീ TV കാണാറ്. ദെൻ ഹൗ ഫാർ എന്നുള്ളത് ഒരു എത്ര ദൂരം, ആ ഒരു ഡിസ്റ്റൻസിനെയൊക്കെ സൂചിക്കാൻ വേണ്ടിയാണ് ഹൗ ഫാർ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹൗ ഫാർ ഈസ് ദ റിവർ ഫ്രം യുവർ ഹൗസ്, നിൻ്റെ വീട്ടിൽ നിന്നും എത്ര ദൂരത്തായിട്ടാണ് ആ പുഴ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏകദേശം ക്വസ്റ്റ്യൻ വേർഡ്സും അതിൻ്റെ മീനിങ്സും എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ അത് യൂസ് ചെയ്യുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ട് കാണുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.